എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം. ഓക്കെ, നമ്മൾ ആഴ്ചയിലൊരിക്കൽ നോക്കി പോകാറുണ്ട് അല്ലേ? അപ്പോൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ന്യൂട്രലായിട്ട് മാത്രം വീഡിയോ കാണുക. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാമോ നമുക്ക്? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ടാണ് ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സ് പേഴ്സൺസ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സ് പേഴ്സൺസ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സ് പേഴ്സൺസ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സ്. രണ്ട് മൂന്ന് കാർഡ് വേണമുണ്ട്, അത് എടുക്കുന്നില്ല കേട്ടോ. എടുക്കട്ടെ. എംപറർ, ഓക്കെ. സൺ, ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, Queen of Pentacles, Page of Swords, Ten of Swords, Judgment, Eight of Pentacles, Page of Wands, Strength. ഈ ഡെക്ക് കുറച്ച് കാർഡ്സ് തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതുകൊണ്ട് എടുക്കാൻ ലേറ്റ് ആവുന്ന കേട്ടോ. എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ രണ്ട് കാർഡ് വരും. സിക്സ് ഓഫ് കപ്സ്. ഓ, ബോട്ടം ഓഫ് ദി ഡെക്ക് ലവേഴ്സ്. നൈസ്. ആദ്യമായിട്ട് ലേറ്റ് നൈറ്റ് തോട്ട്സിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ റെസ്പോൺസിബിളായിട്ട് ഒരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പ്രതി റെസ്പോൺസിബിളായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ സംരക്ഷിക്കേണ്ടതും കൂടി അവരുടെ ഒരു ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് മറ്റു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലി സംബന്ധമായിട്ടും എല്ലാം തന്നെ. ഇവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സംരക്ഷണവും കൂടി ഇവരുടെ ചുമതലയാണ് എന്ന് തന്നെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ് നിങ്ങളെ പ്രതി അവർക്കുള്ളത്. ചേർത്ത് നിർത്തണം, സംരക്ഷിക്കണം, അങ്ങനെയുള്ളൊരു ഫീലിംഗ്. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു സൂര്യോദയം പോലെയാണ്. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു പൊതുവേ ഇവർ കുറച്ച് സ്ട്രെസ്സ് അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ആ സ്ട്രെസ്സിൽ ഒരു മാറ്റം വന്നത്, ഇവരൊക്കെ കൂടുതൽ ഒരു സമാധാനം ലൈഫിൽ കിട്ടിയത്, എല്ലാം ഇവരുടെ പ്രശ്നങ്ങൾ കുറേ സോൾവ് ചെയ്യാൻ നിങ്ങൾ ഒരു സഹായമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വളരെ ഇമോഷണലായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്ന അവസ്ഥ, വളരെ ഓവർവെൽംഡ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് അവരുടെ എന്തെങ്കിലും പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ക്ഷമ ചോദിക്കണം എന്നവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നിങ്ങളെ പ്രതി അവർ വളരെ ഇമോഷണലാണ്. അതുകൊണ്ട് കൂടിയായിരിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തും അവർക്ക് മനസ്താപം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ എന്തോ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ഇവർ അഭിമാനത്തോടെ ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. എന്തോ ഒരു നല്ല കാര്യം അവർക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള നിങ്ങൾ ഒരു പ്രസൻറ്റേഷൻ നല്ലപോലെ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ ഒരു പുതിയ ജോലിയിലേക്ക് മാറിയിരിക്കാം. അങ്ങനെ എന്തോ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുണ്ടായിട്ടുണ്ട്. അതിൽ ഇവർ അഭിമാനിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ.
അതുപോലെ പേജ് ഓഫ് സോർട്സ് വെച്ച് തീർച്ചയായും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പിക്ചർ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കുന്നതായിരിക്കാം. നിങ്ങളുടെ മെസ്സേജസ് വായിക്കുന്നതായിരിക്കാം. പഴയ മെസ്സേജസ് വീണ്ടും എടുത്ത് വായിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ചാറ്റ് ചെയ്ത് കാണും. ഓക്കെ, രാത്രി നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്ത് കാണും, അതിൽ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നു. 10 ഓഫ് സ്വാർട്സ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു കേട്ടോ. ടെമ്പററിലി കുറച്ച് ദൂരെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. കിടക്കും മുന്നേ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമല്ലോ അല്ലേ? ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇന്ന് അവർക്ക് ജോലി ഉണ്ടായിരിക്കും, നിങ്ങൾക്കും ജോലി ഉണ്ടായിരിക്കും. അപ്പം രണ്ടുപേരും തന്നെ ജോലിയിലേക്കും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സും അവർ പറയുന്നുണ്ട്. നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് പറഞ്ഞും കാണും, കിടന്നുറങ്ങിക്കോ, നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട്. റെസ്റ്റ് എടുക്കട്ടെ, നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ. ഇത് ഇന്നലത്തെ തോട്ട്സ് ആണ് കേട്ടോ. പോവേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് ജോലിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ചും അവരൊരു നിമിഷം ചിന്തിക്കുന്നു. പേജ് ഓഫ് ഫോൺസ് വെച്ചിട്ട് തീർച്ചയായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം പിന്നീട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. വീണ്ടും ഓൺലൈൻ സ്റ്റോക്കിംഗ് തന്നെ, കോൾ, മെസ്സേജ്, കോണ്ടാക്റ്റ് തന്നെയാണ് പ്രബലമായിട്ട് നമുക്ക് ഇന്നലത്തെ തോട്ട്സിൽ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ മെസ്സേജസിനെ കുറിച്ച് അവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിരിക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, സ്ട്രെങ്ത് വെച്ചിട്ട് എന്താ പറയുക, ഇച്ചിരി ക്ഷമിച്ചാൽ മാത്രമേ നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുള്ളൂ. കാരണം ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് അല്ലേ? ക്ഷമാപൂർവം വെയിറ്റ് ചെയ്താൽ മാത്രമേ ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. നിവൃത്തിയൊന്നും ഇല്ല. മെസ്സേജസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെ കാണണം എന്ന് അതിതീവ്രമായിട്ട് തോന്നിക്കാണും. പക്ഷേ വെയിറ്റ് ചെയ്യുക മാത്രമേ അവിടെ രക്ഷയുള്ളൂ. അതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 6 ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ തന്നെ ഓർമ്മകളാണ്. നേരത്തെ കുറച്ച് കാലമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം. ആ സമയം മുതലുള്ള കാര്യങ്ങൾ, നിങ്ങൾ എപ്പോഴാണോ കണക്റ്റഡ് ആയത് ആ സമയം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ മനസ്സിൽ തുടർച്ചയായിട്ട് ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലവേഴ്സ് വെച്ച് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ദേ ലവ് യു അല്ലേ? ആ സ്നേഹം അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിച്ച നിമിഷങ്ങൾ, അതെല്ലാം അവർ വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നു. വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്, കുറച്ച് കാർഡ്സ് കൂടി തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സിൽ അവർക്കായിട്ട് എന്തായിരുന്നു എന്ന് കാണിച്ചു തരൂ ഡിവൈൻ. ചാരിയറ്റ്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നു എന്ന് കാണുന്നു. കാരണം ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജോലി സംബന്ധമായിട്ടായിരിക്കാം ഇവർ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് കേട്ടോ. എന്തു തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളെ വന്ന് കാണണമെന്ന് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം മെസ്സേജസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണമെന്ന് തന്നെ വീണ്ടും അത് തന്നെയാണ് നൈറ്റ് ഓഫ് സ്വാർഡ്സ്. ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്കായിട്ട് വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, ഓടിയെത്തി നിങ്ങളെ കാണണം എന്നുള്ള അതിതീവ്രമായ ഒരു ആഗ്രഹമാണ് ഇന്നലത്തെ രാത്രിയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് കപ്സ് വന്ന് കണ്ടാൽ മാത്രം പോരാ, സംസാരിക്കണം, അടുത്ത് കണ്ട് സംസാരിക്കണം എന്നും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളും ആഗ്രഹം അറിയിച്ച് കാണും ഒരു പക്ഷേ. എന്താ പറയുക, കാണണം, സംസാരിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളും പ്രകടിപ്പിച്ച് കാണും. അതുകൊണ്ട് കൂടി ആയിരിക്കും അങ്ങനെ. അമ്മോ, 8 ഓഫ് വാൻസ് വീണ്ടും കമ്മ്യൂണിക്കേഷൻ, മെസ്സേജ്, കോൾ, അടുത്ത് കാണൽ, അതൊക്കെ തന്നെയാണ് 8 ഓഫ് വാൻസിൽ. സ്പീഡി ആക്ഷൻ, നീ ഡിലേ ആക്കുന്നില്ല, വൈകിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവരെ ചിന്തിക്കുന്നത്. ഇന്ന് മുതൽ ഒരാഴ്ചക്കകം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കാണുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. 8 ദിവസത്തിൻ്റെ അപ്പുറം പോവില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ തമ്മിൽ കാണുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ കാണുന്നത്. ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ്സ് ഒറ്റയടിക്ക് ഒറ്റ റീഡിങ്ങിൽ വന്ന് കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറയണം,
അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു മിസ്സിംഗ് എനർജിയിൽ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നും കാണുന്നുണ്ട് കേട്ടോ. മെസ്സേജസ് ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങളെ പറ്റി തന്നെ ബോധറേഷനോടുകൂടി ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. എനിക്ക് ചിരി നിർത്താൻ വയ്യ. കാരണം അടുത്ത കാർഡ് പേജ് ഓഫ് പെന്റക്കിൾസ്. ഒന്ന് വിളിച്ച് സംസാരിക്കൂ. അവർക്ക് താങ്കളുടെ മെസ്സേജ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ ബ്ലോക്കേജ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്ന് വിളിച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവർക്ക് വല്ലാതെ സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ട്, നിങ്ങളെ കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ദ ഡെവിൾ, ഞാൻ പറഞ്ഞില്ല, ഒബ്സെസ്ഡ് തോട്ടാണ്, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നുള്ള അതിതീവ്രമായ ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നു. ആലോചന നിർത്താൻ വയ്യാത്തൊരവസ്ഥ. അതുകൊണ്ടുകൂടി ആയിരിക്കും ഉറക്കമില്ലാത്ത സിറ്റുവേഷനിൽ വല്ലാത്ത മിസ്സിങ് എനർജി വരുമ്പോൾ രാത്രി എണീറ്റിരിക്കുന്ന പതിവ് മിക്കവാറും എല്ലാവർക്കും തന്നെ കാണും. ലോങ് ഡിസ്റ്റൻസ് ആണ്, അതാണ് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണ്. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ എത്ര മിസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് പാരൻസും ആവാം. ഓക്കെ, ഇവർ വിവാഹിതരാണെങ്കിൽ ഇവർക്ക് ഭാര്യ ഭർത്താവ് അങ്ങനത്തെ അതും ആവാം. ഓക്കെ, അവിടെ ഇരുന്നുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് വല്ലാതെ ബോധർ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് വല്ലാത്ത അതിതീവ്രമായ ആഗ്രഹമുണ്ട് നിങ്ങളെ കാണാൻ എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വെച്ച് ഉറക്കമില്ലാത്ത സമയത്ത് ഇവര് ഇരുന്ന് ടാരോ കാണുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നു. നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാം. ഓക്കെ, രണ്ടിൽ ഒരാള് ഒരുപാട് ടാരോ രാത്രി ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ടാരോ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ടാരോയുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ഇവരെ നിങ്ങളെ പ്രതി ഹൈലി ഇൻറ്റ്യൂഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളുമായിരിക്കും കേട്ടോ. നിങ്ങളുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ കാർഡ്സ് ഒന്നും നോക്കിയില്ലെങ്കിൽ പോലും ഇവർക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും നിങ്ങളുടെ ലൈഫുമായിട്ട്. അങ്ങനെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിഷമം തോന്നിയാൽ അവർക്ക് അറിയാൻ സാധിക്കും, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയും നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്തായാലും ടാരോ ഒരുപാട് കാണുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം, ഇനി സമയമുണ്ട്. ലേറ്റ് നൈറ്റ് തോട്ട്സ് മെസ്സേജസും കൂടി എടുത്തു തരാം കേട്ടോ. ഹാൻഡ് റിട്ടൺ മെസ്സേജസ്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദം. തമ്മിൽ കാണുന്ന സമയത്ത് മറ്റുള്ളവർ കൂടെ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അവർക്ക് അതും ഒരു ബോധറേഷൻ അല്ല, എങ്ങനെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, വന്നൊന്ന് കണ്ടാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഓക്കെ, ജോലി സംബന്ധമായ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും, അതിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നും കാണുന്നു. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങൾക്കായിട്ട് ഒരു സ്പീഡി ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. 2 കാർഡും കൂടി എടുത്തിട്ട് നിർത്താം. ഓക്കെ, എന്നിട്ട് നമുക്ക് മെസ്സേജസിലേക്ക് നോക്കാം. ആകെപ്പാടെ നല്ല തോട്ട്സ് തന്നെയാണ് അല്ലേ. ഉറക്കമില്ല, ഞാൻ പറഞ്ഞില്ലേ, ആലോചിച്ച് തിങ്കിങ് കൂടിയിട്ട്, ആലോചന കൂടിയിട്ട് ആൾക്ക് ഉറങ്ങാൻ വയ്യാത്തൊരു സ്ഥിതി ആണ് എന്ന് തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. 3 ഓഫ് വാൻഡ്സ് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, ട്രാവൽ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ കാര്യമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് കാണണം എന്നുള്ളത്. അവിടെയും എനിക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സും. മനോഹരമായ തോട്ട്സ് ആയിരുന്നു അല്ലേ. അങ്ങനെ വേറെന്താണ്? അപ്പോൾ നമുക്ക് ഇനി എന്ത് നോക്കാം? മെസ്സേജസ് നോക്കാം അവരുടെ. ഇത്രയും അതിതീവ്രമായിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത്രയും മെസ്സേജസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ.
ഈ ഞാനൊരു 5 മിനിറ്റിൽ വായിക്കാൻ പറ്റുന്ന അത്രയും വായിക്കും. ഇത് ഫുള്ളൊന്നും വായിക്കാൻ സാധിക്കില്ല. 5 മിനിറ്റിനകം എത്ര വായിക്കാൻ പറ്റുമോ അത്രയും വായിക്കാം കേട്ടോ. എടുക്കട്ടെ. ഡ്രീമിങ് ഓഫ് യു. അവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണെന്ന് പറയുകയാണ് കേട്ടോ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെപ്പറ്റി വറി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. 222 റീയൂണിയൻ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നുണ്ടെന്ന്. അത് തന്നെയാണ് അവർ പറയുന്നത്. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. ഞാൻ എന്ത് പറഞ്ഞു? ഡെവിലിൻ്റെ എനർജി. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്, ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല എന്ന്. കമ്മിറ്റ്മെൻറ്റ്, ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ്, ലവ് കമ്മിറ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മാരേജ് കമ്മിറ്റ്മെൻ്റ് ആവാം കേട്ടോ. യു ആർ ദ വൺ ഫോർ മീ. നിങ്ങളാണ് അവർക്കുള്ളത് എന്ന് തന്നെ അവർ പറയുകയാണ്. ഓക്കെ. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്. കൂടെ നിന്ന് ചതിക്കുന്നവരെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. മെസ്സേജ് മീ, കോൾ മീ. ഞാൻ പറഞ്ഞില്ലേ മെസ്സേജിൻ്റെ കോളിൻ്റെ എനർജി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഐ എം വാച്ചിങ് യു ഫ്രം അഫാർ. ദൂരെ നിന്നും നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്പേഴ്സ് 3, 21, 12, 30. ലിയോ, ചിങ്ങരാശി. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. അതും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നത്തിങ് റിയലി മേക്സ് സെൻസ് വിത്തൗട്ട് യു. നിങ്ങൾ കൂടെ ഇല്ലാതെ ഒന്നിലും യാതൊരു അർത്ഥവും ഇല്ല എന്നവർ പറയുകയാണ് കേട്ടോ. ഐ ബറി മൈസെൽഫ് ഇൻ വർക്ക് ടു ഫർഗെറ്റ് അബൌട്ട് യു. അവരുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? കൂടുതൽ ജോലി ചെയ്യാറുണ്ട്. മാരി മീ, കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ. ഐ ഹാവ് റോങ്ഡ് യു, ഫർഗീവ് മീ. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയാണ്. അതും വന്നിരുന്നു നമ്മളുടെ റീഡിങ്ങിൽ അല്ലേ. ഐ വിൽ വെയിറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നു. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളുടെ അടുത്ത് അതാണ് അവർ തെറ്റ് ചെയ്തത്. നിങ്ങളെ മിസ്ഗൈഡ് ചെയ്തിരുന്നു കേട്ടോ. എന്തോ ഒരു നുണ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി അവർ വിഷമിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഐ ഫീൽ ലൈക്ക് വി ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട് കേട്ടോ. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഇൻ മൈ ലൈഫ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതിന് അവർ ദൈവത്തിന് നന്ദി പറയുന്നു കേട്ടോ. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ. നിങ്ങൾ കൂടെ ഇല്ലാതെ അവർ കൂടെ ഇല്ലാതെ നിങ്ങൾ ഹാപ്പിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഐ ടോക്ക് ടു യു എ ലോട്ട് ഇൻ മൈ ഹെഡ്. മാനസികമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാറുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. സ്കോർപിയോ, വൃശ്ചികം. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. നമ്പേഴ്സ് 4, 22, 13, 31. 5 മിനിറ്റ് ആയില്ലല്ലോ അല്ലേ. ഐ എം ഹൈഡിങ് മൈ റിയൽ ഇമോഷൻസ്. അവരുടെ ശരിക്കുള്ള ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണേ. ഡു യു ലവ് മീ. നിങ്ങൾക്ക് അവരോട് സ്നേഹമാണോ? യു ജസ്റ്റ് കാൻ ലവ് എനി വൺ എനിമോർ. നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ ഒരിക്കലും അവർക്ക് മറക്കാൻ സാധിക്കില്ല. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. ഓക്കെ. നിങ്ങളുടെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് ഇവർക്ക് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് കേട്ടോ. ജീവിതത്തിൽ മുന്നേറുക എന്നാണ് പറയുന്നത്. ഐ എം ബോതേർഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്. റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ്. 4 പേർക്ക് ഇവരറിയാം. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇമേജിനെ പറ്റി അവർ ബോതേർഡ് ആണെന്ന് പറയുന്നു. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി. പറഞ്ഞില്ലേ ഉറക്കമില്ല, ഉറക്കം കുറവാണ്. ചെയിൻഡ് ബൈ മൈ ഓൺ ഡൗട്ട്സ്. അവരുടെ സംശയങ്ങളിൽ പെട്ട് കിടക്കുകയാണ് അവർ. ഐ റെസ്പെക്റ്റ് യു ഇമ്മൻസ്ലി. നിങ്ങളെ അവർ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയുകയാണേ. ഫോർ അവർ ലവ് ഐ ക്യാൻ വെയിറ്റ് ഫോർ എവർ. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവരെന്നും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നു. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഏത് സമയവും ചിന്തിക്കുന്നതെന്ന് പറയുകയാണ്. മജീഷ്യൻ്റെ എനർജി കേട്ടോ. ഐ കാൺട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ് ഓവർ തിങ്കിങ്. ഇതും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഐ എം സോറി ഐ ഹേർട്ട് യു. സോറി പറയാണ് കേട്ടോ. ഒരു 3 കാർഡ് കൂടെ എടുക്കാം. മാനിഫെസ്റ്റിംഗ് യു. നിങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ്. ഐ എം ലോയൽ ടു യു, ട്രസ്റ്റ് മീ. അവർ നിങ്ങളുടെ അടുത്ത് വിശ്വസ്തമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവരെ വിശ്വസിക്കൂ എന്ന് പറയുകയാണേ.
സഡൻ കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. 2 കാർഡ് കൂടി എടുത്തിട്ട് ഞാൻ നിർത്തും. ക്യാൻ വി ടോക്ക്, അവർക്ക് നിങ്ങളോട് സംസാരിക്കണം. ഐ ഫൊർഗെറ്റ് മൈസെൽഫ് വെൻ ഐ ലുക്ക് ഇൻ യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവർ സ്വയം മറന്നു പോകുന്നു എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. നിങ്ങൾക്കായിട്ട് ബ്യൂട്ടിഫുൾ മെസ്സേജസ് ആയിരുന്നു അല്ലേ? തോട്ട്സും ബ്യൂട്ടിഫുൾ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്താലേ നമ്മളുടെ വീഡിയോക്ക് ഇച്ചിരി റീച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പം നോയമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് വ്യൂസൊക്കെ നമുക്ക് ഇച്ചിരി കുറവാണ് പൊതുവേ തന്നെ. നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, പ്ലീസ് അതൊന്ന് ചെയ്ത് തരണേ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. ഓക്കെ, ദയവായി കോൾ ചെയ്യാതിരിക്കുക, മെസ്സേജ് ചെയ്യുക കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.